ഹായ് മക്കളെ, നമ്മൾ സ്റ്റഡി വൈബ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി 4ാമത്തെ ചാപ്റ്ററാണുള്ളത്. 4ാമത്തെ ചാപ്റ്റർ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നൊരു ചാപ്റ്ററാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതൊന്ന് ഉറപ്പായിട്ടും ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ഇതെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ. അതായത് 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പാഠത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർഡായിട്ട് വേണം ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാനും പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പം നമുക്കിതിൽ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3 ചാപ്റ്ററുകൾ കേട്ട് കാണും, 3 റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടായിരുന്നു, അതും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സുകൾ കൂടുതൽ കേൾക്കുക, കൂടുതൽ കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അതിൽ ചേർക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ നോക്കാം. ഇപ്പോൾ മോഡൽ എക്സാം അടുത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗം പോവുകയാണ്. ഒന്ന് പരീക്ഷ മനസ്സിലിരുത്തി അതൊന്ന് വായിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ 1947 ഓഗസ്റ്റ് 15 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ തൻ്റെ അയൽ രാജ്യങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടാക്കിയെടുത്തത്, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും അതുപോലെ ചൈനയുമായിട്ടും ഒക്കെ എങ്ങനെയുള്ള ബന്ധമാണ് സ്ഥാപിച്ചെടുത്തത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എയിം എന്നുള്ളതിനെക്കുറിച്ച്. അതായത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയത്. നമുക്കിനി അറിയേണ്ടത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊരു ചെറിയ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നുള്ളത് അതിൽ ഫസ്റ്റ് വൺ, ഓപ്പോസിഷൻ ടു കൊളോണിയലിസം, ഇമ്പീരിയലിസം ആൻഡ് റേഷ്യസം. അതായത് സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടും വംശീയവാദത്തോടുമുള്ള എതിർപ്പ്, അതൊരു വലിയ പോയിൻ്റാണ്. രണ്ടാമത്തേത് വിദേശ സഹായത്തിന് ഊന്നൽ നൽകൽ, എംഫസൈസസ് ടു ഫോറിൻ അസിസ്റ്റൻസ്. മൂന്നാമത്തേത് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, അതായത് ട്രസ്റ്റ് ഇൻ ദി UNO. ദെൻ നെക്സ്റ്റ് വൺ സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ളത്. ലാസ്റ്റ് വൺ ചേരിചേരാ നയം അഥവാ നോൺ അലൈൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് NAM നാം എന്ന് പറയുന്ന ചേരിചേരാ നയം, നോൺ അലൈൻ മൂവ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായിട്ടുള്ളത്. സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടും വംശീയവാദത്തോടുള്ള കടുത്ത എതിർപ്പ്, വിദേശ സഹായത്തിന് ഊന്നൽ നൽകുന്നത്, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, ചേരിചേരാ നയം. അതായത് ഓപ്പോസിഷൻ ടു കൊളോണിയലിസം, ഇമ്പീരിയലിസം ആൻഡ് റേഷ്യസം, എംഫസൈസ് ടു ഫോറിൻ അസിസ്റ്റൻസ്, ട്രസ്റ്റ് ഇൻ ദ UNO, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, നോൺ അലൈൻ മൂവ്മെൻറ്റ്. നമുക്കിനി ഇതിൽ എന്താണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നയം എന്ന് നോക്കിയാൽ, ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോറിൻ പോളിസിയിൽ ഒന്നാണ് ഇത് ചേരിചേരാ നയം എന്ന് പറയുന്നത്. അതായത് ഇവരുദ്ദേശിക്കുന്നത് ഇത്രയാണ്, ചേരിചേരാ നയത്തിന് എന്തുകൊണ്ടാണ് ഇന്ത്യ ചേരിചേരാ നയം രൂപീകരിച്ചത് ചോദിച്ചാൽ, ഒന്ന്, ഇന്ത്യ വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളുടെ കീഴിലായിരുന്നു. അതിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നപ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന പോരാട്ടങ്ങൾ ഇന്ത്യ മനസ്സിലാക്കുകയും ഇന്ത്യ ഒരു കാരണവശാലും മറ്റു രാജ്യങ്ങളെ കോളനികളാക്കില്ല, അടിമകളാക്കില്ല എന്നൊരു തീരുമാനം ഇന്ത്യ സ്വയം സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ മറ്റു രാജ്യങ്ങളെ പോലെ, അതായത് ആരെയും കോളനികളാക്കണ്ട, സാമ്രാജ്യത്വം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ പലപ്പോഴും ഒന്നാം ലോകമഹായുദ്ധത്തിലും 2ാം ലോകമഹായുദ്ധകാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാലത്തൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ മനസ്സിലൊരു തീരുമാനം എടുക്കുന്നു, ഒരു കാരണവശാലും അയൽ രാജ്യങ്ങളുമായിട്ട് നമ്മൾ
തീവ്രമായിട്ടുള്ള വംശീയവാദമോ സാമ്രാജ്യത്വമോ കൊളോണിയലിസമോ ഉണ്ടാവരുത് എന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നോക്കിയാൽ ശീതസമരം എന്ന് പറയുന്ന സംഭവമാണ്. ഈ ശീതസമരം എന്ന് പറഞ്ഞാൽ 1945 ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെ തൻ്റേതാക്കാനായി സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ഭാഗമാക്കാൻ രാജ്യങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അതൊരു സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ അടിമത്വമായി മാറും എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ഒരു കാരണവശാലും ഇതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കീഴിൽ നമ്മൾ വീണ്ടും പോയി നിന്നാൽ വീണ്ടും നമ്മളൊരു അടിമ രാജ്യമായി മാറും. അതുകൊണ്ട് ഇന്ത്യ ഒരു കാരണവശാലും ആരുടെ കൂടെയും ചേരണില്ല, പകരം ചേരായ്മ എന്ന നയം സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതായത് ഫ്രീഡം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ, നോൺ അലൈൻമെൻറ്റ് ഈസ് ദ കോർ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ടു ദി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ദി കോളനീസ്, ദ കോൾഡ് വാർ എക്സെട്ര. അതായത് ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൻ്റെ രൂപീകരണത്തിന് രണ്ട് കാരണങ്ങൾ, ഒന്ന് കോളനികളിലെ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭവും മറ്റൊന്ന് ശീതസമരവുമാണ്. അതിൽ ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ദി കോളനീസ് എന്നുള്ളത്, ദ സ്ട്രഗിൾസ് ഫോർ ഫ്രീഡം വാസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് വൺ, എ വേൾഡ് വൈഡ് മൂവ്മെൻറ്റ് വാസ് എഫോർട്ട് ടു ബ്രിങ് ഡൗൺ ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം. അതുപോലെ തന്നെ ഇന്ത്യൻ ലീഡേഴ്സ് were in contact with leaders the other nations. Subhash Chandra Bose had organized an international army during the Second World War. This was a classical proof of the connection India and other nations for the prior to independence. അപ്പോൾ അതായത് സ്വാതന്ത്ര്യ സമരത്തിന് കാലത്ത് ഇന്ത്യയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA ഭടന്മാരൊക്കെ ചേർന്ന് ലോകരാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള ബന്ധങ്ങൾ, ഇംഗ്ലീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടത്തിന് വേണ്ടി അവരുണ്ടാക്കിയ ബന്ധങ്ങൾ ഒരു തീരുമാനത്തിലെത്തിച്ചു. ഒരു കാരണവശാലും നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന്. അതുപോലെ തന്നെ കോൾഡ് വാർ പീരിയഡ് കമൻഡ് when India became independent, the two superpowers, the US and USSR, engaged in political, economic and military cooperation. It was during the period that the United Nations was formed. The Cold War period also witnessed to emergence of communist China, making of nuclear weapon and decolonization. അതായത് ഇതേ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഴിഞ്ഞ് UNO എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ന്യൂക്ലിയർ വെപ്പൺസ്, അതായത് അണുവായുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വളർച്ച, ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസത്തിൻ്റെ തകർച്ച, ഇതൊക്കെ ലോകത്തെ രണ്ട് ചേരികളാക്കാൻ അമേരിക്കയെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെയും പ്രേരിപ്പിച്ച കാലത്താണ് ഇന്ത്യ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മൾ ആരുടെ കൂടെയും ചേർന്നില്ല, കാരണം ആരുടെ കൂടെ ചേർന്നാലും നമ്മൾ വീണ്ടും അടിമത്തത്തിലേക്ക് നീങ്ങും എന്ന്. ഇനി നമുക്കറിയേണ്ട അടുത്ത പോയിന്റ്, നെഹ്റൂസ് റോൾ ഓഫ് ഫോറിൻ പോളിസി. ഫോർമേഷൻ ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയാം. ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നെഹ്റുവിൻ്റെ പങ്ക് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം, 3 പോയിന്റുകൾ. അതായത് ഒന്നാമത്തേത് പ്രൊട്ടക്ട് ഹാർട്ട് ഫോർട്ട് ഫ്രീഡം ആൻഡ് സോവറിനിറ്റി. അതായത് കഠിനാധ്വാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത പരമാധികാരം നമ്മൾ ആരുടെ മുന്നിൽ അടിയറ വയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മളത് സൂക്ഷിക്കുകയേ പറ്റൂ. ദെൻ അടുത്ത ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കൺട്രി, പ്രൊട്ടക്റ്റ് ദി ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കൺട്രി, അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുക. പിന്നെ ഫോസ്റ്റർ ആക്സിലറേറ്റഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ത്വരിത സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ രാജ്യം ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിദേശ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയോ ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പരമാധികാരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഐക്യമുണ്ട്, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ വളരെ വേഗം വികസനം അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വികസനം ത്വരിതഗതിയിലാക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ ആ 3 പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് വളരെ മറക്കാതെ ശ്രദ്ധിച്ചെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന
വിദേശ നയങ്ങൾ രൂപം കൊണ്ടുവന്നത്. അതിനെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ സഹായിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്ത്യയിൽ നോൺ അലൈൻ മൂവ്മെൻറ്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതിനായി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിലൊരു 5 പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ആ 5 പോയിൻ്റ് AB കോളത്തിനോ അല്ലെങ്കിൽ AB കോളത്തിനായിട്ട് പഠിച്ചു വയ്ക്കുക. 1. 2. ചേരിചേരാ പ്രസ്ഥാനം രൂപപ്പെടാനിടയ്ക്ക് സാഹചര്യങ്ങൾ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, പ്രത്യേകതകൾ എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോഴും നമ്മൾ ആ 5 പോയിൻ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ആ 5 പോയിൻ്റ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് മെയിൻ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. ആ 5 പോയിൻ്റുകൾ മറക്കാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് അത് ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ആ 5 പോയിൻ്റുകൾ മനസ്സിലുണ്ടാവണം. ഷുവർ. നമുക്ക് നോക്കാം. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് 1947. അതായത് ഏഷ്യ വൻകരയിലെ രാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇന്ത്യ അമേരിക്കയുടെ കൂടെയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയോ ചേരുന്നില്ല, തനിച്ച് നിൽക്കാനാണ് തീരുമാനമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളുമായിട്ട് നമ്മൾക്കൊരു ബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച നെഹ്റു ഏഷ്യ രാജ്യങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന പേരിൽ 1947 ഒരു സംഘടനയ്ക്ക് ഒരു മീറ്റിങ്ങിന്, ഒരു ഗ്രൂപ്പ് ഓഫ് മീറ്റിങ്ങിന് 1947 മാർച്ച് മാസത്തിൽ തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഓഗസ്റ്റിലാണ്, പക്ഷെ അതിനു മുമ്പ് മാർച്ച് മാസത്തിൽ തന്നെ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പോൾ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന സംഭവം, അതായത് 1947 മാർച്ചിൽ നെഹ്റു കണ്ടക്റ്റഡ് എ കോൺഫറൻസ് ബിറ്റ്വീൻ ദ കൺട്രീസ് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റ്, അതായത് ഏഷ്യ വൻകരയിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമതായിട്ടാണ് നെഹ്റു ശ്രദ്ധിച്ച അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഡച്ച് കോളനി ആയിരുന്ന ഇന്തോനേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഡച്ച് കോളനി ആയിരുന്ന ഇന്തോനേഷ്യയുടെ മോചനത്തിന് അവർ ഇന്ത്യയുടെ സഹായം തേടുമ്പോൾ ഇന്ത്യ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് ബന്ധങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളെയും വിളിച്ചുകൂട്ടി. അതായത് എല്ലാവരും കൂടി കഷ്ടപ്പെട്ടാൽ ഒരു രാജ്യത്തെ നമുക്ക് രക്ഷിക്കാം എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വീണ്ടും വിളിച്ചുകൂട്ടി. അപ്പോൾ ആദ്യത്തേത് നമ്മൾക്കും ഇടയിലുള്ള ബന്ധം ഉണ്ടാക്കാനാണെങ്കിൽ, രണ്ടാമത്തേത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ 1949 ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ്, അത് ഇന്തോനേഷ്യയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഫറൻസ് സപ്പോർട്ട് ഫോർ ഫ്രീഡം ഓഫ് ഇന്തോനേഷ്യ ഇൻ 1949, അതാണ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. ഇപ്പോൾ ഈ രണ്ടെണ്ണവും നമ്മൾ പറഞ്ഞത് ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളെയാണ്. ഇനി നമുക്ക് ഏഷ്യയിലെ മാത്രം പോരാ, ആഫ്രിക്ക വൻകരയിലും ഈ അടുത്ത കാലത്ത് സ്വാതന്ത്ര്യം നേടിയ കുറേ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ആഫ്രിക്ക വൻകരയിലെ രാജ്യങ്ങളും ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ഇവരെല്ലാം ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ സ്പെയിനിൻ്റെ അല്ലെങ്കിൽ ഡച്ചുകാരുടെ ആരുടെയെങ്കിലും കോളനിയാണ്. അങ്ങനെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വിളിച്ചു കൂട്ടാൻ ഇന്ത്യ തീരുമാനിച്ചു. അങ്ങനെ ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് എന്ന് പറയുന്നത് 1955 വിളിച്ചു കൂട്ടുന്നു. അടുത്ത 1956 ബ്രിയോൺ എന്ന സ്ഥലത്ത് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയാണ്. അതായത് ആ 1956 വിളിച്ചു കൂട്ടുന്ന ബ്രിയോൺ എന്ന് പറയുന്ന കോൺഫറൻസിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്. എത്രയും അതായത് ആഫ്രിക്ക വൻകരയിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഏഷ്യ വൻകരയിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ചേർത്തുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് നോൺ അലൈൻ മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ള ഒരു ഔട്ട്ലൈൻ, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി എടുത്തു. അതിനുശേഷം 1961 നമ്മൾ ബാൻഡോങ് എന്ന സ്ഥലത്ത്, അതൊന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അതായത് നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് ബ്രിയോൺ കോൺഫറൻസിൽ വെച്ചിട്ടും, അതുപോലെ അതേസമയം ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, ഫസ്റ്റ് സമ്മിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ബെൽഗ്രേഡ് എന്ന സ്ഥലത്ത് വെച്ചിട്ടുമാണ്.
അപ്പോൾ ആ ബാൻഡോങ് കോൺഫറൻസിലാണ് ഏതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ചേരിചേരാ പ്രസ്ഥാനം 1961 ദ ഫസ്റ്റ് നോൺ അലൈൻസ് മൂവ്മെൻറ്റ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ബെൽഗ്രേഡ്. അവിടെ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ 5 പോയിൻ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അറിയാനുള്ളത് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഞാനൊരു ഒരു ചെറിയ ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പോയിൻ്റുകളാണ്, ഈ പോയിൻ്റുകളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച പോയിൻ്റ് നെഹ്റുവിൻ്റെ പങ്കിനെക്കുറിച്ചാണ്. ആ പോയിൻ്റ് 3 എണ്ണവും പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻ, കോൾഡ് വാർ എന്തുകൊണ്ടാണ് ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടായത് എന്നുള്ളതിന് ഒരു 5 പോയിൻ്റ്, ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ 5 പോയിൻ്റ്, പിന്നെ ചേരിചേരാ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച 2 കാര്യങ്ങൾ, കോളനികളിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം, ശീതസമരം എന്നുള്ളത്. അപ്പോൾ ഈ പോയിൻ്റുകളെല്ലാം പഠിക്കണം. ഇന്ന് ഞാൻ ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിലിടാം. പഠിച്ചു വയ്ക്കാം. ചൈനയുമായുള്ള യുദ്ധവും സമാധാനവും, ദ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ചൈന എന്നുള്ളതാണ് നമ്മുടെ പോർഷൻ. അപ്പോൾ അതിൽ ഇന്ത്യ ചൈനയുമായിട്ട് ഒരു കണക്ഷൻ 1948 മുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തോട് നെഹ്റുവിന് നല്ല ഇഷ്ടവും കൂടി ഉണ്ടായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് പെട്ടെന്ന് വികസിച്ച് വരുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ചൈന മാറുന്നു. അപ്പോൾ ചൈനയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചൈനയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ ആ തീരുമാനത്തിനോട് ഇന്ത്യയിലെ പല നാഷണൽ ലീഡേഴ്സിനും എതിർപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും നെഹ്റുവിന് വാർണിംഗ് നൽകി, ചൈനയിൽ നിന്നും ഉറപ്പായിട്ടും നമുക്ക് എതിരായിട്ട് ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ചൈനയെ അങ്ങോട്ട് വിശ്വസിക്കരുത്, ചൈനയുടെ ബോർഡറിൽ ഇപ്പോൾ നമ്മൾ പട്ടാളക്കാരെ ഒന്നും നിർത്തിയിട്ടില്ല, അപ്പോൾ അതൊന്നും ശരിയാവില്ല, ചൈനയുമായിട്ട് അത്രയ്ക്ക് നല്ല കണക്ഷൻ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇൻഡോ ചൈനീസ് റിലേഷൻഷിപ്പ് വേർ ഫർദർ സ്ട്രെങ്തേഡ് ബൈ ദ ജോയിൻറ്റ് കൺസിഡറേഷൻ ടു പഞ്ചശീല. അപ്പോൾ എല്ലാവരുടെയും എതിർപ്പ് സ്ട്രോങ് ആയതോടുകൂടി നെഹ്റു ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് നല്ല ബന്ധമാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു പഞ്ചശീല പഞ്ചശീല തത്വങ്ങൾക്ക് രൂപം നൽകാനായിട്ട് തീരുമാനിച്ചു. ആ പഞ്ചശീല പ്രിൻസിപ്പിൾസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് മാത്രം നമുക്ക് ചോദ്യം വരികയാണെങ്കിൽ ആ 5 പോയിൻ്റ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇത്തിരി ഒരു 3 മാർക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1954 ഏപ്രിൽ 29 എന്ന് തുടങ്ങുന്ന പോർഷൻ മുതൽ ആ ബോക്സിനകത്ത് കിടക്കുന്ന ആ 5 പോയിൻ്റ് നമുക്ക് ആൻസറായിട്ട് എഴുതിയാൽ മാത്രമേ കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അതായത് 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 5 കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1, രാജ്യാതിർത്തിയും അതുപോലെ പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിച്ചു കൊടുക്കുക. ദെൻ പരസ്പരം ആക്രമിക്കാതിരിക്കുക, മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്നുള്ള വാക്ക്. ദെൻ ആഭ്യന്തര കാര്യങ്ങളിൽ അന്യോന്യം ഇടപെടാതിരിക്കുക, മ്യൂച്വൽ നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ്. ദെൻ സമത്വവും പരസ്പര സഹായവും വെച്ചു പുലർത്തുക, ഇക്വാളിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. ലാസ്റ്റ് 1, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ രാജ്യാതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ അന്യോന്യം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും വെച്ചു പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ, മ്യൂച്വൽ നോൺ ഇൻ്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ്, ഇക്വാളിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ പഞ്ചശീല തത്വങ്ങൾ. ഇത് ഏപ്രിൽ 29, 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായും ചേർന്ന് ഒപ്പുവെച്ച എഗ്രിമെൻ്റാണിത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെയും ചോദിക്കും. എപ്പോഴാണ് ഇത് ഒപ്പുവെച്ചത്? 1954 ഏപ്രിൽ 29. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? നെഹ്റുവും ചൗ എൻലായും. ഏതൊക്കെ രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? ഇന്ത്യയും ചൈനയും. അങ്ങനെ 3 കാര്യങ്ങൾ. ഇന്ത്യ ചൈന രാജ്യങ്ങളിലെ ഭരണാധികാരികളായ നെഹ്റുവും ചൗ എൻലായും ചേർന്ന്
1954 ഏപ്രിൽ 29 പഞ്ചശീല പ്രിൻസിപ്പിൾസ് സൈൻ ചെയ്തത്. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഫോറിൻ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്തു വന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ചൈനയും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു പോകാം. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി ഭംഗിയായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. നമുക്ക് എക്സാമിന് പ്രിപ്പയർഡ് ആവണം. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക, നിങ്ങളെ കൂടുതൽ ഫ്രണ്ട്സിനെ ഇതിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒപ്പം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.